വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്കക്കുരു മാങ്ങയിട്ട ഒരു അടിപൊളി ഉണക്കമീൻ ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ആദ്യമായിട്ട് നമ്മുടെ വേവിച്ച് വെച്ച ഒരു വിസിൽ, കുക്കറിൽ ഒരു വിസിൽ അടിച്ച് വെച്ച ചക്കക്കുരുവാണ്. അതുപോലെ തന്നെ നല്ല പുളിപ്പുള്ള ഒരു മാങ്ങ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉണക്കച്ചെമ്മീനാണ്. ഇതൊന്ന് വറുത്ത് വെച്ചിരിക്കുകയാണ്. വറുത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള തേങ്ങയും 3 കൊച്ചുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പം എങ്ങനെയാണ് നമ്മൾ പാകം ചെയ്തെടുക്കുന്നത് നോക്കാം. ചക്കക്കുരു ശരിക്കും പറഞ്ഞാൽ കുക്കറിൽ ഒരു വിസിലടിച്ച് വെച്ചിരിക്കുകയാണ്. അധികം വേവിൻ്റെ ആവശ്യമില്ല, അധികം വെന്തത് ഉടഞ്ഞു പോകും. ഇപ്പം നമ്മുടെ വേവിച്ചിരിക്കുന്ന ചക്കക്കുരു ഞാനൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് ചക്കക്കുരു ഉടഞ്ഞു പോകില്ല. നമ്മൾ ചക്കക്കുരു വേവിക്കാതെ വെച്ചാൽ ഒരുപാട് വേവിൻ്റെ ആവശ്യം വരും. കാരണം മാങ്ങയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. പിന്നെ ഒപ്പം തന്നെ നമുക്ക് ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ കഴുകി വെച്ചിരിക്കുകയാണ്, കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴുകി എടുക്കുന്നില്ലെങ്കിൽ ഇത് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് കഴുകുന്നത്. നമ്മൾ വറുക്കുന്നുമ്പേ കഴുകിയ പിന്നെ അത് മൂത്ത് കിട്ടില്ല, അതുകൊണ്ടാണ് വറുത്തതിന് ശേഷം ഇത് കഴുകി എടുക്കുന്നത്. ഇനി ഇത് കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്കും അതേപോലെ തന്നെ ചെമ്മീനും വലിയ വേവില്ലാത്തത് ചക്കക്കുരു അധികം ഉടഞ്ഞു പോകും കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരുപാട് വേസ്റ്റ് ഇതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്കൊരു 1/2 ഗ്ലാസോളം വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം എന്തേ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല കൂടി ചേർക്കാം. അതിലേക്ക് ആദ്യം ഞാനൊരു 1 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ചക്കക്കുരു വേവിച്ചപ്പോഴും ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കറിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പം നമ്മുടെ മസാലകളെല്ലാം കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൊച്ചുള്ളിയും കൂടി ചേർത്ത് അരച്ചതാണ്. ഇനി മിക്സ് കഴുകിയിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലെ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് കടുക് വറുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 2 വറ്റൽമുളക് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ അടുത്തതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചുള്ളി ഒരു 7 അല്ലി എടുത്തിട്ട് അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഈ ചേർക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുള്ളി ഇതിലിങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് ഉണ്ടാകുന്നത്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കൊച്ചുള്ളി. ഇപ്പം എന്തേ നമ്മുടെ കൊച്ചുള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു പിഞ്ച്
മുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി ഇരിക്കുകയാണ്. അപ്പോൾ അതിലോട്ടുള്ള തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഈ മുളക് പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയും ചക്കക്കുരുവും ചേർത്ത ഉണക്കച്ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.